സെമാൻറ്റിക് ഡെവലപ്മെൻറ്റ് നമ്മൾ പ്രീ ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പഠിച്ചു, ഫോണോളജിക്കൽ ഡെവലപ്മെൻറ്റ് പഠിച്ചു. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജാണ് അല്ലെ കമ്പണൻ്റ് ഓഫ് ലാംഗ്വേജ് ആണ് സെമാൻറ്റിക്. ഇത് കുറച്ച് നീളമുള്ള ടോപ്പിക്കായിരിക്കും. സോ മിസ് 2-3 പാർട്ടായിട്ടായിരിക്കും ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ 2 മാർക്സും ഷോർട്ട് എസ്സേസും ഒക്കെ വരുന്ന ഒരു ഭാഗം ഇതാണ്. ആൻഡ് എഗെയിൻ ഫുള്ളായിട്ട് എസ്സേ ആയിട്ടും വരും, ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാർക്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പോർഷനിൽ നിന്നാണ്. പിന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കമ്പയർ ടു പ്രീ ലിംഗ്വിസ്റ്റിക് ആൻഡ് ഫോണോളജിക്കൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതും ഇതാണെന്ന് മിസ് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്താണ് സെമാൻറ്റിക് ഡെവലപ്മെൻറ്റ്? ഗ്രാജുവൽ അക്വിസിഷൻ ഓഫ് വേർഡ്സ് ആൻഡ് മീനിങ് ദേ ക്യാരി എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകളുടെ അർത്ഥവും വാക്കും പഠിക്കുന്നതിനെയാണ് സെമാൻറ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കുട്ടിയുണ്ടായി ആദ്യത്തെ ഒരു വയസ്സ് തികയുമ്പോഴാണ് നോർമലി യൂഷ്വലി പിള്ളേർ എന്തെങ്കിലും ഫസ്റ്റ് വാക്ക് പറയണത് അവരുടെ ഫസ്റ്റ് ബർത്ത്. അത് മാറ്റമുണ്ട് കേട്ടോ, നിങ്ങളത് ഇനി വരുന്ന സ്ലൈഡ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. 8 മാസം തൊട്ട് ആദ്യത്തെ വാക്ക് പറയുന്ന പിള്ളേരുണ്ട്. പക്ഷെ നോർമലി 1 വയസ്സാകുമ്പോഴാണ് കുട്ടികൾ എന്ത് പറയുന്നത്? ആദ്യത്തെ വാക്ക് പറയുന്നത്. ആൻഡ് സാധാരണ അവർ പഠിക്കുന്ന ആദ്യത്തെ വാക്ക് സോഷ്യൽ വേർഡ്സായ, നിങ്ങൾക്കറിയാം പിള്ളേർക്ക് ആദ്യം ബൈ ബൈയും ടാറ്റായും ഒക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ അങ്ങനത്തെ വേർഡ്സാണ് ആദ്യം പഠിക്കുന്നത്. ആൻഡ് ബൈ ഏജ് 6 ദേ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് എബൌട്ട്. കണ്ടോ, 6 വയസ്സാകുമ്പോഴത്തേനും, അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് നോക്കണേ. 1 വയസ്സിൽ ആദ്യത്തെ വാക്ക് പറയണ കൊച്ച് 6 വയസ്സാകുമ്പോഴത്തേനും 10,000 വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരൊരു ദിവസം 5 പുതിയ വാക്കുകൾ വെച്ച് പഠിക്കുമെന്നാണ് പറയുന്നത്. 6 വയസ്സാകുമ്പോൾ 10,000 വാക്കുകൾ പഠിക്കുമല്ല, അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കും. ആൻഡ് ഒരു ദിവസം 5 വാക്ക് വെച്ചാണ് ഒരു ആവറേജ് കുട്ടി പഠിക്കുന്നതെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. സോ ഇതെങ്ങനെ ഇവർക്കിത് സാധ്യമാവുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒത്തിരി കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ അവർ പ്രോസസ്സ് ചെയ്യുന്നത് വഴിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ ഒരു കൊച്ചു വാക്ക് പറയുന്നത്? അത് കേൾക്കുന്നതിൽ നിന്ന് പഠിക്കും, അതിനോട് വർത്തമാനം പറയുന്നതിൽ പഠിക്കും, അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ പഠിക്കും, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും. ഇതെല്ലാം അങ്ങനെയല്ലേ കുട്ടികൾ പഠിക്കുന്നത്? സോ അതാണ് അവിടെ പറയുന്നത്. സോ ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ, അതായത് എങ്ങനെയാണ് ഈ പിള്ളേർ 10,000 വാക്ക് അല്ലെങ്കിൽ ഗ്രാജുവൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ പിള്ളേർ 2 സ്കിൽസാണ് ജനറലി പഠിക്കുന്നത്. ഒന്ന് കോംപ്രിഹെൻഷൻ, മനസ്സിലാക്കുക. 2 പ്രൊഡക്ഷൻ, പറയുക. കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്, ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓർത്തെടുക്കുക. സോ കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന വാക്കുകൾ, നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ഒരാളത് പറയുമ്പം നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇന്നയാൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വെള്ളം എന്ന് പറയുമ്പോൾ കൊച്ച് വെള്ളം നോക്കാനോ അല്ലെ വെള്ളമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ കൊച്ച് വെള്ളം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, വാക്കും മനസ്സിലാക്കി എന്ന് പഠിക്കും. ഇനി കുട്ടി എപ്പോഴാണ് അത് പറയാൻ പഠിച്ചു നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത്? അത് തന്നെ, വെള്ളം എന്ന് പറയാൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ പ്രൊഡക്ഷനും നടന്നു. ഓക്കെ, സോ ഈ 2 കപ്പാസിറ്റീസും റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ, കാരണം കോംപ്രിഹെൻഷൻ മനസ്സിലാകുമ്പോൾ പ്രൊഡക്ഷൻ എളുപ്പമായിരിക്കും. അതാണ് ഇത് രണ്ടും റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. സ്റ്റിൽ ദ 2 കപ്പാസിറ്റീസ് ആർ റിലേറ്റഡ്. ദ സ്പീഡ് ആൻഡ് ആക്യുറസി ഓഫ് ടോഡ്ലേഴ്സ് കോംപ്രിഹെൻഷൻ ഓഫ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻക്രീസസ്. പക്ഷേ ഇത് മനസ്സിലാക്കുന്നത്, അതായത് ആദ്യമൊക്കെ കുറച്ച് സ്ലോയിലായിരിക്കും. കാരണം കുഞ്ഞു കൊച്ചിനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒറ്റയടിക്കൊന്നും പഠിക്കില്ല. പക്ഷേ ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം അവർക്ക് മനസ്സിലാക്കാനും പറയാനും പറ്റും. സോ അതാണ് ഇവിടെ പറയുന്നത്. 2 വയസ്സാകുമ്പോഴത്തേനും അവർ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എന്ത് പഠിക്കും? ഈ കാര്യങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യാനും പ്രൊഡക്ഷൻ നടത്താനും ഒക്കെ അവർ പഠിക്കും. സോ ക്വിക്ക് കോംപ്രിഹെൻഷൻ ഫ്രീസ് അപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ വരുന്ന ബയോളജിക്കൽ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് അവർക്ക് കോംപ്രിഹെൻഷൻ എളുപ്പമാകുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നത് അല്ലെങ്കിൽ കൂടുതൽ വാക്കുകൾ പഠിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, കോംപ്രിഹെൻഷൻ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലാണ്. അപ്പം പെട്ടെന്ന് വേർഡ്സ് മനസ്സിലാക്കി വരുമ്പോൾ നമ്മുടെ വർക്കിംഗ് മെമ്മറീനെ നമ്മൾ ഫ്രീ ആക്കി വിടും. എക്സാമ്പിൾ, ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ എന്താ പറയുന്നത്, അപ്ലോഡ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഫയൽസിലുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യില്ലേ? അതുപോലെ കോംപ്രിഹെൻഷൻ നടന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ടൈം മെമ്മറി ഫ്രീ ആകും. അപ്പോൾ അവർക്ക് പുതിയ വാക്കുകൾ അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫയൽസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ പുതിയ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? സെയിം പ്രിൻസിപ്പിൾ. അപ്പോൾ ആദ്യം എന്താ നമ്മൾ പറഞ്ഞത്?
1 വയസ്സാകുമ്പോഴാണ് തുടങ്ങുന്നത്. 10,000 വാക്ക് വരെ പഠിക്കും. അതിനകത്ത് പുതിയ പുതിയ അവരുടെ പല സ്കിൽസ് ഉപയോഗിച്ചാണ് അവർ പഠിക്കുന്നത്. അത് മെയിനായിട്ട് നടക്കുന്നത് കോംപ്രിഹെൻഷൻ പ്രൊഡക്ഷൻ വഴിയാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ റെക്കഗ്നിഷൻ, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിട്രീവൽ. അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് ആക്യുറസി 2 വയസ്സാകുമ്പോഴത്തേനും അത് കൂടും. ഈ മനസ്സിലാക്കാനും പറയാനുമുള്ള സ്പീഡ് കൂടും. ആൻഡ് കോംപ്രിഹെൻഷൻ കൂടുമ്പോൾ വർക്കിംഗ് മെമ്മറി ഫ്രീ ആവുന്നതുകൊണ്ടാണ് കൂടുതൽ വാക്കുകൾ പഠിക്കാൻ പറ്റുന്നത്. അടുത്തതാണ് ഏർലി ഫേസ് എന്ന് പറയുന്നത്. To learn words, children must identify which concept each label picks out in their language community. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം വാക്കുകൾ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വാക്കുകൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് മനസ്സിലാവണം. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പഠിക്കണമെങ്കിൽ ആദ്യം അത് ഫുഡും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുമ്പോഴാണ് വെള്ളം പഠിക്കുന്നത്. അതിൽ തന്നെ വെള്ളവും പാലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ ഓരോ കോൺസെപ്റ്റ്സ് പയ്യെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് കുട്ടി അതിൻ്റെ ലേബലും പഠിക്കുന്നത്. സോ യങ് ടോഡ്ലേഴ്സ് ആഡ് ടു ദെയർ വെക്കാബുലറി സ്ലോലി അറ്റ് ദ പേസ് ഓഫ് 1 to 3 words per day. അപ്പോൾ ടോഡ്ലർ എന്ന് പറഞ്ഞാൽ എന്താ, മുട്ടയിൽ എഴുതുന്നവർ. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ 1 to 3 words per വീക്കാണ്. വീക്കിൽ അവർ ചിലപ്പോൾ 2-3 വാക്കുകളാണ് ഇങ്ങനെ പഠിക്കുന്നത്. സോ ഗ്രാജുവലി ഇത് നമ്പർ. അപ്പോൾ അങ്ങനെ അപ്പോൾ മുട്ടയിൽ കഴിയുന്ന പ്രായത്തിൽ അവർക്ക് 2 to 3 വാക്കുകൾ വരെ പഠിക്കും. പക്ഷേ ഗ്രാജുവലി അത് കൂടി വരും. ആൻഡ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കോംപ്രിഹെൻഷൻ മനസ്സിലാകൽ കൂടുന്തോറും പ്രൊഡക്ഷനും കൂടും. അപ്പം ബിക്കോസ് ദ റേറ്റ് ഓഫ് വേർഡ് ലേണിംഗ് ബിറ്റ്വീൻ 8 to 24 months എന്ന് വെച്ചാൽ എന്താ, 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വാക്കുകളിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിന് പറയുന്നൊരു വാക്കാണ് സ്പേർട്ട് ഇൻ വെക്കാബുലറി എന്ന് പറയും. സ്പേർട്ട് ഇൻ വെക്കാബുലറി. സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ. കാരണം ഇതെനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്, ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറഞ്ഞില്ലേ, മാണീനെ ഞാൻ എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയാക്കുമ്പോൾ നോർമലി ഒരു 2 weeks ഒക്കെ ആയിരിക്കും അവൻ പോണത്. അപ്പോൾ 2 weeks കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളെന്താ വെച്ചേക്കേ, 3+3 ഒരു 6 വാക്കുകളൊക്കെ പുതിയതായിട്ട് പുള്ളി പറയും. അപ്പോൾ ഞാനത് കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും പഠിച്ചോ എന്ന് വിചാരിക്കും. സോ അതാണ് 18 to 24 months കുട്ടികൾക്ക് ഒരു സഡൻ ഒത്തിരി വാക്കുകൾ അവർ പറയും, അവർ എന്താണ്ടൊക്കെ പറയും. ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ളത് സെക്കൻഡ് തിങ് ആണ്. ദ ലേൺ സോ മെനി വേർഡ്സ്. അതിനാണ് സ്പേർട്ട് ഇൻ വെക്കാബുലറി എന്ന് പറയുന്നത്. എ ട്രാൻസിഷൻ ബിറ്റ്വീൻ എ സ്ലോ ആൻഡ് എ ഫാസ്റ്റ് ലേണിംഗ് ഫേസ് വൺസ് ദ നമ്പർ ഓഫ് വേർഡ്സ് പ്രൊഡ്യൂസ് റീച്ചസ് 50 to 100. അപ്പം ഒരു 50-100 വാക്കുകളൊക്കെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് അവരുടെ വാക്കുകൾ എന്താ പറഞ്ഞാൽ നമ്മൾ പറയില്ല, അവരുടെ ആവനാഴിയിലെ അമ്പുകൾ ഒത്തിരി ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ദേ വിൽ ബി ലേണിംഗ് സോ മെനി അതർ വേർഡ്സ്. വൺസ് they reach 50 to 100 words in their vocabulary, or when they reach between 18 months and 24 months. അപ്പോൾ ഇതിനെ വേറൊരു ബുക്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനെ വെക്കാബുലറി ബേസ്റ്റ് എന്നും പറയും. നിങ്ങളുടെ ഇപ്പോഴത്തെ റെഫറൻസിൽ അതില്ല, പക്ഷേ മിസ്സ് അതങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സ്പേർട്ട് ഇൻ വെക്കാബുലറി ഓർക്കുക. 18-24 വയസ്സിനിടയ്ക്ക് പിള്ളേർ ഒരു ഭയങ്കര സ്പീഡി ആയിട്ടുള്ളൊരു വെക്കാബുലറി ഇൻക്രീസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സ്പേർട്ട് ഉണ്ടാകും. എന്താണ് സഡൻ ഗ്രോത്തിനെയാണ് നമ്മൾ സ്പേർട്ട് എന്ന് പറയുന്നത്. So words learning speed up grammatically over several months when first words are produced. This usually emerges when child's vocabulary is about 50 to 100 words. അപ്പം ഒരു 50-100 ഒക്കെ നമുക്ക് പെട്ടെന്നാണ് ഈ ഒരു റേഞ്ചിലേക്ക് പിള്ളേർ വരുന്നത്. അതിനാണ് വെക്കാബുലറി ബേസ്റ്റ് എന്ന് പറയുന്നത്. But recent evidences indicates that most children do not experience a vocabulary spurt. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ സ്റ്റഡീസാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് പിള്ളേരിൽ അങ്ങനെ ഒരു വെക്കാബുലറി സ്പേർട്ട് ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. കുട്ടികൾ ഒരു 18-നും 20-നും 24-നും മാസത്തിനിടയ്ക്ക് ഒരു ഗ്രാജുവൽ ഇൻക്രീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സഡൻ ഇൻക്രീസ് കാണിക്കുമെന്നാണ് ചില റിസർച്ചേഴ്സ് പറഞ്ഞത്. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു സ്റ്റഡീസ് ഇല്ല. Rather, they show a steady, continuous increase in the rate of word.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, അവരൊരു ഗ്രാജുവൽ സ്റ്റഡി ഇൻക്രീസാണ് കാണിക്കുന്നത്. ആൻഡ് അത് കാണിക്കുന്നത് 9 ന്യൂ വേർഡ്സ് പെർ ഡേ. ഒരു പ്രീ സ്കൂളറൊക്കെ ആകുമ്പോഴത്തേനും പ്രീ സ്കൂളർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 3 ഇയേഴ്സൊക്കെ വരുമ്പോഴത്തേനും ഒരു 9 വേർഡ്സ് പെർ ഡേയിൽ വെച്ചിട്ട് അവർ പഠിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ കണ്ടീഷനുണ്ട് കേട്ടോ. ഇതാരാ പഠിക്കുന്നത്? പിള്ളേരോട് വർത്തമാനം പറയുകയും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയും പിള്ളേർക്ക് കഥകൾ വായിച്ചു കൊടുക്കുകയും ഇനിയുള്ള സ്ലൈഡിൽ മിസ് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന 9 വാക്കുകൾ ഉണ്ടാകുന്നത്. അല്ലാണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ടിവിയുടെ ഫ്രണ്ടിലിരിക്കുന്ന കൊച്ചിനല്ല. സോ കണ്ടോ, ഹൗ ഡു യങ് ചിൽഡ്രൻ ബിൽഡ് ദെയർ വെക്കാബുലറി സോ ക്വിക്കലി? എങ്ങനെയാണ് അവർ പഠിക്കുന്നത്? എങ്ങനെയാണ്? ദേ കാറ്റഗറൈസ് ദെയർ എക്സ്പീരിയൻസ്. അവർ എക്സ്പീരിയൻസിൽ നിന്ന് അവർ ഓർക്കും, അമ്മമാരും മറ്റുള്ളവരും പറയുന്ന റീകോൾ ചെയ്യും. അതുപോലെ തന്നെ പ്രൊനൗൺസ് ന്യൂ വേർഡ്സ് അവർ പറയും നമ്മുടെ അടുത്ത്. വെൻ ദേ പ്രൊഡ്യൂസ് ഇറ്റ്, അപ്പം നമ്മൾ കറക്ഷൻ ചെയ്ത് കൊടുക്കും ഇല്ലേ? ചിലർ കറക്ഷൻ ചെയ്ത് കൊടുക്കും, അതും നിങ്ങളിനി പഠിക്കും. വി ഹാവ് ടു ഡൂ ദ കറക്ഷൻ. തെറ്റെന്നല്ല പറയേണ്ടത്, നമ്മൾ എന്താ പറയുക, മോനെ ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. സോ ദാറ്റ് ഈസ് അതാണ് ഇപ്പോൾ പ്രൊനൗൺസിയേഷനിലൂടെയും എക്സ്പീരിയൻസിലൂടെയും റീകോളിലൂടെയുമാണ് അവരുടെ വെക്കാബുലറി ഇമ്പ്രൂവ് ആവുന്നത്. എ ബെറ്റർ ഗ്രാസ്പ് ഓഫ് അതേഴ്സ് ഇൻറ്റൻഷൻസ് എവിഡൻറ്റ് ഇൻ. അപ്പം പിള്ളേർ സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് മറ്റുള്ളവരുടെ ഇൻറ്റൻഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ ദേ ഇമിറ്റേറ്റ്. അപ്പം ഒരു 1.5 വയസ്സാകുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്നത് പോലെ അവർ ഇമിറ്റേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് സപ്പോർട്ട്സ് റാപ്പിഡ് വെക്കാബുലറി ഗ്രോത്ത് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ദ ടോഡ്ലർ ഫിഗർ ഔട്ട് വാട്ട് അതേഴ്സ് ആർ ടോക്കിംഗ് അബൌട്ട്. അപ്പം മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുപോലെ റിപ്പീറ്റ് ചെയ്യും, അല്ലെ അവർക്ക് അതിൻ്റെ ഇമോഷൻ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും. ദ റിപ്പീറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ആസ് ടോഡ്ലേഴ്സ് എക്സ്പീരിയൻസസ് ബോർഡൻ ദേ ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഒബ്ജക്ട്സ് ആൻഡ് ഇവൻറ്റ്സ് ടു ലേബൽ. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കുട്ടിക്ക് ഒത്തിരി അനുഭവങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ടോയ്സൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. ടോയ്സ് മേടിച്ച് കൊടുത്തിട്ട് ഇത് ബോള്, ഇത് കിലുക്കി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ത്രൂ എക്സ്പീരിയൻസ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഓർ ദേ വിൽ സ്റ്റാർട്ട് ലേണിംഗ് തിങ്സ്. അപ്പം നമ്മൾ വിചാരിക്കും ഈ ടോയ്സൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അല്ല. ടോയ്സിനെല്ലാം അതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ പേർപ്പസ് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി ടോയ്ക്കുണ്ട്. നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് ABCD ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ആ കളറൊക്കെ പറഞ്ഞു, അല്ല കളറ് കാണിച്ച് കൊടുക്കുന്നതൊക്കെ, കളർ ഇപ്പോൾ പഠിക്കില്ല കേട്ടോ, അത് നിങ്ങൾ വിചാരിക്കരുത്, കളറൊന്നും ആരും പഠിക്കില്ല. പക്ഷേ യു ആർ ആക്ച്വലി ഗിവിങ് എക്സ്പീരിയൻസ് സോ ദാറ്റ് ദെയർ ലേണിംഗ് ക്യാൻ ബി എൻഹാൻസ്ഡ്. And researchers have discovered that children can connect a new world with an underlying concept after only a brief encounter. അപ്പം ചില പിള്ളേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് മനസ്സിലായാൽ നമ്മൾ ഒരു തവണയൊക്കെ കാണിച്ചാൽ മതി, ചില വാക്ക് അവർക്ക് പെട്ടെന്ന് കിട്ടും. മനസ്സിലായോ മിസ്? ഇത് എല്ലാ കുട്ടികൾക്കും ഇത് സംഭവിക്കും എന്നല്ല പറയണത്, പക്ഷേ സംടൈംസ് ദാറ്റ് ഹാപ്പൻസ്. ഈവൻ വിത്ത് എ ബ്രീഫ് എൻകൗണ്ടർ സംടൈംസ് ചിൽഡ്രൻ ലേൺ തിങ്സ്. ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് വെച്ചാൽ വെൻ ദേ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. അതിന് പറയുന്ന പേരാണ് ഫാസ്റ്റ് മാപ്പിംഗ്. ഫാസ്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പഠിക്കും, അതാണ് ഫാസ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഈവൻ എ 15 to 18 months old comprehend new labels remarkably. 15 എന്ന് പറയുമ്പോൾ എന്താ? 1.5 വയസ്സിൽ താഴെയുള്ള കൊച്ചു തൊട്ട് 1.5 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വരെ ഈ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ദേ നീഡ് മോർ റിപ്പിറ്റേഷൻ ഓഫ് ദ വേർഡ്സ് യൂസ് അക്രോസ് സെവറൽ. അപ്പം അവർക്ക് മനസ്സിലാകും, പക്ഷേ the more we use the same word again and again, better the comprehension. മനസ്സിലായി? ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, നിങ്ങളൊരു വൊക്കാബുലറി, ഒരു വാക്ക് പഠിക്കുന്ന എങ്ങനെയാണ്? പല സ്ഥലത്ത് നമ്മളത് പലതവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾ. സോ ഹു പ്രോസസ് സ്പീച്ച് ബേസ്ഡ് ഇൻഫർമേഷൻ ഫാസ്റ്റർ ആർ ബെറ്റർ ഏബിൾ ടു കാറ്റഗറൈസ് ആൻഡ് റീകോൾ ഇറ്റ്. അതും നമ്മൾ പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ മാണിയുടെ അടുത്താണെങ്കിൽ മാണി പോയി വെള്ളം എടുക്കുക, അല്ലെ അമ്മ വെള്ളം തരട്ടെ. നമ്മൾ ചിലപ്പോൾ ഓർക്കാറില്ല, ഈ അമ്മ പാല് തരട്ടെ എന്നൊക്കെ പിള്ളേരോട് പറയും. ചോദിച്ചിട്ട് പെർമിഷൻ ചോദിച്ചിട്ട് തരണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുമോ? ഇല്ല. ആക്ച്വലി നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്? നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുക. സോ ഓക്കെ, ദിസ് ഇസ് പാല്, അല്ലെങ്കിൽ വെള്ളം, ഇത് ചോറ്, നമ്മൾ എന്താണോ വി ആർ ആക്ച്വലി ഗിവിങ് എക്സ്പീരിയൻസസ്. അപ്പോഴാണ് അവർ ആ വേർഡ്സ് പഠിക്കുന്നത്. സോ ടോഡ്ലേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഫാസ്റ്റ് മാപ്പ് വേർഡ് ഈസ് ഇൻകംപ്ലീറ്റ് അറ്റ് ഫസ്റ്റ്. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, ഇവർക്ക് അത് ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെയും തെറ്റുണ്ട്, പിന്നെ അവർ ആ വാക്കുകൾ അതുപോലൊന്നും ആയിരിക്കില്ല പ്രൊനൗൺസ് ചെയ്യുന്നത്. കാരണം എന്താ? പെട്ടെന്ന് പഠിച്ചാലും അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടോ മനസ്സിലാക്കിക്കൊണ്ടോ ആവണം എന്നില്ല. ചിലപ്പോൾ അതൊരു പാർഷ്യൽ ആവാം, ഇൻകംപ്ലീറ്റ് ആവാം. ദേ സ്റ്റാർട്ട് ടു ഫോം നെറ്റ്വർക്ക്സ് ഓഫ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ
ഗ്രാജ്വലി അവർക്ക് വലിയ എക്സ്പേർട്ട് ആയില്ലെങ്കിലും നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ പറയില്ലേ, പിള്ളേർ കിട്ടിയ വാക്കുകളൊക്കെ വെച്ച് പിള്ളേർ വർത്തമാനം പറയും. അതാണ് പറയുന്നത്, ഗ്രാജ്വലി അവർ കുറച്ചും കൂടെ എന്ത് ചെയ്യും, അവർ പഠിച്ച വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവർ പയ്യെ പയ്യെ അതിൻ്റെ ഫുൾ കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലാകും. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് പ്രീ സ്കൂളേഴ്സ് ബിക്കംസ് അഡപ്റ്റ് അറ്റ് ഫാസ്റ്റ് മാപ്പിംഗ് ടുവേർഡ് മോർ ന്യൂ വേർഡ്സ് എൻകൗണ്ടർ ഇൻ എ സെയിം സിറ്റുവേഷൻ. അപ്പം ഇത് പ്രീ സ്കൂളേഴ്സ് ആകുമ്പോൾ അവർ പെട്ടെന്ന് ഈ ഫാസ്റ്റ് മാപ്പിംഗ് ചെയ്യും. 2-3 തവണയൊക്കെ നമ്മളൊരു വാക്ക് ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും പ്രീ സ്കൂളേഴ്സ് കിട്ടും. മറ്റേ കുഞ്ഞു പിള്ളേർക്ക് മനസ്സിലാകും, പക്ഷെ അവർക്ക് അറിയാം, നമ്മൾ പറയില്ലേ, അവരുടെ വോക്കൽ കോഡ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവത്തില്ല, പക്ഷെ അവർക്ക് എന്തൊക്കെയോ ഒരു ഐഡിയ കിട്ടും. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ.